DCB മീഡിയയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ 58 ലക്ഷത്തോളം പേർക്ക് വലിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 6 മാസത്തെ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യാതെ കുടിശ്ശികയായിരുന്നു. സെപ്റ്റംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള 6 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് വിതരണം ചെയ്യാതെ കുടിശ്ശികയായിരിക്കുന്നത്. കടമെടുത്ത് കൂടിയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തു പോന്നിരുന്നത്. എന്നാൽ പെൻഷൻ വിതരണ കമ്പനിയും കിഫ്ബിയും മുൻ വർഷങ്ങളിൽ എടുത്ത വായ്പകളുടെ പേരിൽ ഈ വർഷത്തെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതിലൂടെ വായ്പയെടുത്ത് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കാതെ വരികയായിരുന്നു. ഇതേ തുടർന്ന് ചരിത്രത്തിലാദ്യമായി കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടി ഒഴിവാക്കുന്നതിനും കടമെടുക്കുന്നതിനുമുള്ള അനുമതിക്കായി ഹർജി നൽകിയിരുന്നു. ഈ കേസിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അതിനാൽ ഉടനെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവും സംസ്ഥാനത്തുണ്ടാകും. നിബന്ധനകളൊന്നുമില്ലാതെ കേരളത്തിന് 13,608 കോടി കടമെടുക്കുന്നതിനുള്ള അനുമതി നൽകുവാൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതുകൂടാതെ അധികമായി 21,000 കോടി കൂടി കടമെടുക്കുവാൻ അനുമതി നൽകണം എന്ന ആവശ്യത്തിൽ കേന്ദ്രവും കേരളവുമായി ചർച്ച നടത്തുവാനും കോടതി നിർദ്ദേശിച്ചു. ബുധനാഴ്ച വൈകിട്ട് സെക്രട്ടറി തല ചർച്ച നടത്തുവാനാണ് നിർദ്ദേശം. ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ഇനി 13,608 കോടി രൂപ കൂടി കടമെടുക്കുവാൻ അധികാരമുണ്ടെന്ന് കേന്ദ്രം നേരത്തെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനായി സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന കേസ് കേരളം പിൻവലിക്കണമെന്ന നിബന്ധനയും കേന്ദ്രം മുന്നോട്ട് വച്ചിരുന്നു. കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ച് കേന്ദ്രത്തിനെതിരെ സ്യൂട്ട് ഹർജി നൽകുവാൻ കേരളത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് കേസിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചു. സംസ്ഥാന സർക്കാരിനും ക്ഷേമ പെൻഷനുകൾ പോലുള്ളവ ലഭിക്കുന്നവർക്കും വലിയൊരു ആശ്വാസമാണ് സുപ്രീം കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാരിന് 13,608 കോടി രൂപ കടമെടുക്കുവാനാകും. അതുകൂടാതെ 21,000 കോടി രൂപയുടെ അധിക കടമെടുപ്പിനായുള്ള ചർച്ചയും തുടങ്ങുകയാണ്. നിലവിൽ 6 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായി 9,600 രൂപ വീതം 58 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ നൽകുവാനുണ്ട്. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് സംസ്ഥാനത്തിന് 900 കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ. അതനുസരിച്ച് 6 മാസത്തെ മുഴുവൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിനായി 5,400 കോടി രൂപയോളം സംസ്ഥാനത്തിന് വേണ്ടിവരും. 13,608 കോടി കടമെടുക്കുവാൻ അനുമതി ലഭിച്ചുവെങ്കിലും അതിൽ 5,400 കോടി ക്ഷേമ പെൻഷന് വിതരണം നടത്താവുന്ന സാമ്പത്തിക അവസ്ഥയിലല്ല സംസ്ഥാന സർക്കാർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ വരെ താളപ്പിഴകൾ സംഭവിച്ചിരിക്കുകയാണ്. അതിനാൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിരിക്കും ഉടൻ വിതരണം ഉണ്ടാവുക എന്നാണ് ധനവകുപ്പുമായി ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷനുകൾ ഒരുമിച്ച് ചേർത്ത് 3,200 രൂപയുടെ വിതരണമാകും ഉടനെ ഉണ്ടാവുക. ഇതിനെ തുടർന്ന് ഏപ്രിൽ ആദ്യത്തോടെ 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൂടി ഉണ്ടാകും. 21,000 കോടി അധിക കടമെടുപ്പ് ചർച്ചയിൽ കേരളത്തിന് അനുകൂലമായ നടപടി ഉണ്ടായാൽ ഏപ്രിലിലും 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും. പ്രത്യേകിച്ച് പൊതു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ മാർച്ച് 15-ന് മുൻപായി തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3,200 രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാർ പുതിയ കടമെടുപ്പ് നടത്തുകയും അതിനെ തുടർന്ന് ക്ഷേമ പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾ ഔദ്യോഗികമായി പുറപ്പെടുവിക്കുകയും ചെയ്യും. വരും ദിവസ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.